പുതിയ ഒരമ്മയെയും നിനക്കിപ്പോ തിരിച്ചറിവില്ല. ഞാൻ ആരാണെന്ന് നീ അറിയുന്നില്ല. ലോകത്തിലെല്ലാ അമ്മമാരും ഒരുപോലെയാണ്. എന്നിൽ നിന്ന് വേർവിട്ടു പോയാൽ നീ ദുഃഖിക്കില്ല. കുട്ടിയെ കൊണ്ടുപോകാനായി ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഇന്നൊരു നല്ല ദിവസമാണല്ലോ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും. എനിക്ക് നല്ല ദിവസങ്ങൾ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ സർ. ചെറുപ്പത്തിലെ അമ്മ മരിച്ചു. അപ്പച്ചൻ മരത്തിൽ നിന്ന് വീണ് അവശനായി. പിന്നെ ഇന്നേ വരെ എല്ലാ ദിവസങ്ങളും ദുഃഖ വെള്ളിയാഴ്ചകൾ മാത്രമായിരുന്നു. ഈ കുഞ്ഞിന് നിങ്ങൾക്ക് തരുന്ന ഈ ദിവസം പോലും നിങ്ങൾ സോമൻസാലെ ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് തരുന്ന പ്രമാണമാണ്. ഇതിലൊന്ന് ഒപ്പിട്ട് തരണം. അതെന്തിന്? ഞങ്ങൾക്ക് കണക്കിലേറെ സ്വത്തുണ്ട്. ഈ കുഞ്ഞ് അതിന്റെ എല്ലാം അവകാശിയാകുകയാണ്. മനുഷ്യരുടെ കാര്യമല്ലേ, ഒരു രേഖ ഇരിക്കട്ടെ. നൊന്തു പ്രസവിച്ച കുഞ്ഞിനെ കളഞ്ഞ ഒരു സ്ത്രീയാണെന്നുള്ളതിന് ഒരു രേഖ ഉണ്ടാക്കണോ സർ? എങ്കിൽ വേണ്ട. ഈ കുഞ്ഞിന്റെ പെറ്റമ്മ ഞാനാണെന്ന് ഈ കുഞ്ഞ് വളർന്നു വരുമ്പോൾ അറിയുമോ? ഒരിക്കലും അറിയില്ല. ഞങ്ങളാണ് ഇവന്റെ അച്ഛനും അമ്മയെന്ന് മാത്രമേ അറിയിക്കുകയുള്ളൂ. ഈ കുഞ്ഞിന്റെ ഭാവിക്കും അതായിരിക്കും നല്ലത്. എനിക്ക് ഈ കുഞ്ഞിനെ വല്ലപ്പോഴും വന്ന് കാണാമോ? നോ 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 നോ, ഒരിക്കലും കാണാൻ പാടില്ല. ഈ കുഞ്ഞിന് നിങ്ങളോടോ നിങ്ങൾക്ക് ഈ കുഞ്ഞിനോടോ ഒരു ഹൃദയബന്ധം ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ കുഞ്ഞോ ഞങ്ങളോ നിങ്ങളെ ഒരിക്കലും കാണുകയില്ല. എന്നെങ്കിൽ ലോകം മുഴുവൻ തള്ളിക്കളയട്ടെ, എന്റെ കുഞ്ഞിനെ ഞാൻ ആർക്കും കൊടുക്കില്ല. ഈ സ്ത്രീക്ക് ഭ്രാന്താണോ? ഈ കുഞ്ഞിനെ തരാമെന്ന് വിചാരിച്ചത് ഭ്രാന്തായിരുന്നു. എന്റെ ഭ്രാന്ത് മാറി. എന്റെ കുഞ്ഞിനെ ഞാൻ ആർക്കും തരികയില്ല. നിങ്ങൾ പോകൂ. സോഫി, അവരെ പറഞ്ഞു വിട്ടൂല്ലേ? എനിക്കൊന്നും ഒരു രൂപവുമില്ല സിസ്റ്റർ. കുട്ടപ്പനെ പറ്റി ഓർക്കുമ്പോൾ കുഞ്ഞിനെ കൊടുക്കണമെന്ന് തോന്നും. ഇതിന്റെ മുഖത്ത് നോക്കുമ്പോൾ എനിക്കതിന് മനസ്സ് വരുന്നില്ല. ഞാൻ എന്ത് വേണം? എന്റെ കാണപ്പെട്ട ദൈവമേ, എനിക്ക് മറ്റാരുമില്ല. എന്നെ ഉപേക്ഷിക്കരുത്. കുഞ്ഞിനെ കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ കൊടുത്തില്ല. എനിക്കതിന് കഴിയുന്നില്ല. എഴുന്നേൽക്കൂ സോഫിയ. നീ എന്റെ കുടുംബവും ജീവിതവും തകർത്തു കളഞ്ഞല്ലോ. അയ്യോ കുട്ടപ്പ, ഞാൻ കൊച്ചിലേ മുതൽ നിന്നെ സ്നേഹിച്ചു എന്നതൊഴിച്ചാൽ മറ്റൊരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ സോഫി. പ്രസവിച്ച കുഞ്ഞിനെ കൊടുക്കാൻ എനിക്ക് മനസ്സ് വന്നില്ലെന്ന് മാത്രം. മറ്റൊരു ദ്രോഹവും ഞാൻ ചെയ്തിട്ടില്ല. മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട് പോലുമില്ല. ഒരമ്മയുടെ ഹൃദയം മനസ്സിലാക്കാൻ അങ്ങേക്ക് കഴിയില്ലേ? ഒരു ഭർത്താവിന്റെ ഹൃദയം മനസ്സിലാക്കാൻ നിനക്ക് കഴിയും. ഞാൻ ഏറ്റവും വെറുത്തിരുന്ന ഒരു നീചന്റെ കുട്ടിയുടെ പിതാവായി ജീവിതകാലം മുഴുവൻ അഭിനയിക്കാൻ എനിക്ക് പറ്റില്ല സോഫിയ, എനിക്ക് പറ്റില്ല. നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ എന്ത് വേണം? സോഫി, നീ എവിടെ വേണമെങ്കിലും പോയി ജീവിച്ചുകൊള്ളൂ. സ്വന്തം വീട്ടിലോ എവിടെ വേണമെങ്കിലും പോകാം. നിനക്ക് സുഖമായി ജീവിക്കാനുള്ള വക ഞാൻ തന്നുകൊണ്ടിരിക്കും. ഇനി ഞാൻ മറ്റൊരു വിവാഹം കഴിക്കില്ല. നീ എന്ന് നിന്റെ കുട്ടി ഉപേക്ഷിച്ചു വരുന്നു, അന്ന് നിന്നെ ഞാൻ സ്വീകരിക്കും. ഒരു മഠേനായ ഭർത്താവിന് ഇതിൽ കൂടുതൽ മറ്റെന്ത് വാഗ്ദാനം ചെയ്യാൻ സാധിക്കും?
ക്ഷമിക്കണം സാർ, ഞാൻ അല്പം സ്വാതന്ത്ര്യം കാട്ടുകയാണ്. സോഫിയുടെ ഹൃദയവേദന കുറെ നാളായി ഞാൻ മനസ്സിലാക്കുന്നതുകൊണ്ട്. സിസ്റ്ററിനൊന്നും മനസ്സിലായിട്ടില്ല. നിങ്ങളുടെ കുട്ടിക്കാലം മുതലുള്ള ബന്ധം മുഴുവൻ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. സോഫി പറഞ്ഞു. കുട്ടപ്പൻ സാറേ, മാതൃത്വം എന്നാൽ എന്താണെന്ന് സാറിന് മനസ്സിലായിട്ടില്ല. മനസ്സിലായി. വഞ്ചന. അങ്ങനെ പരിഹസിക്കരുത് സാറേ. ബുദ്ധിയും വികാരമുള്ള ഒരു മനുഷ്യ സ്ത്രീ സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിക്കാതിരിക്കുന്നത് വഞ്ചനയാണോ സാർ? എന്റെ സ്ത്രീ സിസ്റ്റർ മനസ്സിലാക്കും. സോഫി പ്രസവിച്ച കുഞ്ഞ് മരിച്ചുപോയെന്നാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എനിക്ക് ഈ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ എങ്ങനെ വീട്ടിലേക്ക് ചെല്ലും? ആശുപത്രി വരാനിൽ ആരും ഉപേക്ഷിച്ചിട്ട് പോയ ഒരു അനാഥ ശിശുവാണെന്ന് പറയണം. അപ്പൊ സാറിന് സ്വന്തം കുഞ്ഞായിട്ട് കരുതാതിരിക്കുകയും ചെയ്യാമല്ലോ. പക്ഷേ ഈ കുഞ്ഞ് സോഫിയോടൊപ്പം ഉള്ളിടത്തോളം കാലം ഞങ്ങൾ തമ്മിൽ ഭാര്യാപത്ര ബന്ധം ഉണ്ടാവില്ല. ഇതെന്റെ അവസാന തീരുമാനമാണ്. സോഫി, നിന്റെ ഭർത്താവ് ഞാൻ വിചാരിച്ചതുപോലുള്ള ആളല്ല. 3 മാസം കൂടി കഴിഞ്ഞാൽ ഈ കുഞ്ഞിന്റെ മുല കൂടി മാറും. അപ്പോൾ ഞാൻ ആർക്ക് വേണമെങ്കിലും ഈ കുഞ്ഞിനെ കൊടുക്കാം സിസ്റ്റർ. നീ കൊടുക്കില്ല. 3 മാസം കൂടി കഴിയുമ്പോ ഈ കുഞ്ഞ് ചിരിക്കും, പിന്നെ കളിക്കും. അപ്പൊ നീ ആർക്കും കൊടുക്കില്ല. ഞാൻ സത്യം ചെയ്ത് പറയാം, 3 മാസം കൂടെ കഴിഞ്ഞാൽ സോമനസാലെ ആർക്കെങ്കിലും കൊടുത്തേക്കാം. എങ്കിൽ ഞാൻ ആ പ്രൊഫസറെ വിവരം അറിയിപ്പിക്കാം. സോഫി എന്നെ കൂടി കളിയാക്കില്ലല്ലോ. ഇല്ല സിസ്റ്റർ, ഞാൻ വാക്ക് തരുന്നു. ഏത് മഹാഭാവിക്കാണ് ഈ തങ്കം പോലത്തെ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ തോന്നിയത്? പിഴച്ച് പെറ്റതായിരിക്കും. എങ്ങനെ പെറ്റതായാലെന്താ? ഇതൊരു മനുഷ്യക്കുഞ്ഞല്ലേ? മോളെ, നീ പ്രസവിച്ച കുഞ്ഞ് മരിച്ചു പോയതുകൊണ്ടുള്ള ദുഃഖം തീരാൻ കർത്താവ് നിനക്ക് തന്നതാണെന്ന് വിചാരിച്ചാ മതി. കുട്ടപ്പ, കുഞ്ഞിനൊരു പൊന്നരിഞ്ഞാണം വേണം. അതിന്റെ ഒന്നും ആവശ്യമില്ല. കുറച്ചുനാൾ കഴിഞ്ഞ് അവകാശം പറഞ്ഞതിന് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാലോ? അനാഥ ശിശുവിനാണ് പൊന്നരഞ്ഞാണ്. എല്ലാ കുഞ്ഞുങ്ങൾക്കും നാഥനുണ്ടടാ, യേശുനാഥൻ. തുമ്മി, എന്തോ? ഉടനെ പോയി ഒരു നല്ല തൊട്ടിൽ വാങ്ങിച്ചോണ്ടോ. പൊന്നുമോനെ, കുട്ടപ്പ മതി, കുട്ട. വലിയ ആരാ മോളെ അത്? മത്തയച്ചനും റീനയും. അമ്മച്ചി, അമ്മച്ചി, ഇങ്ങനൊരു പെങ്ങളുള്ളത് മത്തയച്ച മറന്നെന്ന് വിചാരിച്ചു. മോനെ, അങ്ങനെ പറയരുത് പെങ്ങളെ. മരിക്കും വരെ എനിക്ക് പെങ്ങളെയും പെങ്ങൾക്ക് എന്നെയും മറക്കാൻ ഒക്കുമോ? അതാ നേര്. എന്റെ സ്ഥിതി പെങ്ങൾക്കറിയാൻ മേലെ. റജ്ജി മഠത്തിൽ ചേർന്നു. ഈ പെണ്ണാണെങ്കിൽ വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞു നിൽക്കുന്നു. എന്റെ കുടുംബം അവകാശികളില്ലാതെ അന്യം നിൽക്കാൻ പോവുകയാണ്. ആ, എല്ലാം കർത്താവ് നിശ്ചയിക്കുന്നത് പോലെ നടക്കും. മോളെ, എന്താ നീ ഇങ്ങനെ പിടിവാശി പിടിക്കുന്നത്? എനിക്ക് വിവാഹം വേണ്ട. മോളുടെ കല്യാണക്കാർക്ക് ഞാൻ എവിടെല്ലാം ആരെല്ലാം കൊണ്ടുവന്നു. അപ്പച്ചാ, ഇതാ നോക്കിയേ, ഇതുപോലൊരു മറുപടി തനിക്കാനുണ്ടായിരുന്നു. അതിൽ അതിശയിക്കാനൊന്നുമില്ല. ഞാനും പെങ്ങളും ഒരപ്പന്റെയും അമ്മച്ചിയുടെയും മക്കളാ. കുട്ടപ്പന്റെ കുഞ്ഞിന് എന്റെയും പെങ്ങളുടെയും ഛായ ഉണ്ടാവും. സോഫി, നീ എന്താ മോളെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? കഴിഞ്ഞതൊക്കെ അങ്ങ് മറക്ക്. ഏതായാലും നീ ഇവിടെ തന്നെ വന്ന് ചേർന്നല്ലോ. കുട്ടപ്പനെവിടെ? ഇരട്ടിയേ വരൂ. വരൂ സോഫി. ഉണ്ട്. കാപ്പി ഇടാൻ പറ തൊമ്മിച്ച. ഞാൻ ചോദിച്ചത്
വല്ലതും കണ്ടേക്കും, ഞാൻ പോയി നോക്കാം. കുട്ടപ്പൻ കുടിക്കുമോ പെങ്ങളെ? ആ, ഈയിടെയായി അവൻ അങ്ങനൊരു ശീലം ഉണ്ടായിരിക്കുക. എന്തു ചെയ്യാനാ? ഇച്ചായ ഞങ്ങളെ മറന്നെങ്കിലും ഞങ്ങൾ ഇച്ചായനെ മറന്നിട്ടില്ല. ഞാൻ എല്ലാരെയും ഓർക്കുന്നുണ്ട്, സണ്ണിയെപ്പോലും. നേരത്തെ ഒക്കെ വീട്ടിൽ വരണ്ടേ? ആ, ഇന്നൽപ്പം താമസിച്ചു പോയി. ഇന്ന് മാത്രമല്ലെന്ന് കേട്ടു. ഇരിക്കെ, ഞാനിപ്പോ വന്നേക്കാം. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്താണ്? തിരിച്ചു പോകുമ്പോ ജയിലിൽ പോയി എന്റെ ഇച്ചായനെ ഒന്ന് കാണണം. പോകാം. എന്തെങ്കിലും പറയാനുണ്ടോ? ഞാനത് പോകുന്നതിന് മുൻപ് പറയാം.